ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറ്റിക്കുരുമുളകിൻ്റെ തൈ നട്ടുപിടിപ്പിക്കാൻ ഒരു വർഷത്തിൽ കിട്ടാവുന്നതിലേക്കും ഏറ്റവും നല്ല സമയമാണ് ഇപ്പോഴും. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ടെറസിൽ ഒരു പുതിയ കുറ്റിക്കുരുമുളകിനെ കൂടെ നട്ടുപിടിപ്പിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ഇതിപ്പം നട്ടുപിടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണെന്നോ അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കുന്ന കാര്യത്തിനെക്കുറിച്ച് മറന്നു പോയിട്ടുള്ളവരോ ആണെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും കൂടെ ഒരെണ്ണം നടണം എന്ന് നമ്മൾ പെട്ടെന്ന് ഓർത്തെടുക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഞാനിന്ന് നട്ടുപിടിപ്പിക്കാനായിട്ട് വാങ്ങിച്ചിരിക്കുന്ന കുറ്റിക്കുരുമുളകിൻ്റെ തൈയെ. ഇതുപോലൊരു 3-4 ഇലകൾ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് വന്നിരിക്കുന്ന ഒരു തൈയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് എടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ആരോഗ്യമുള്ള തൈ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ പാത്രത്തിലാണ് ഞാൻ കുറ്റിക്കുരുമുളകിൻ്റെ തൈ നടാൻ പോകുന്നത്. നമ്മളിപ്പം പാത്രങ്ങൾ കാലിയായിട്ട് കിട്ടുന്ന അവസരത്തിലോ പാത്രം സൗകര്യമായിട്ട് കിട്ടുന്ന അവസരത്തിലൊക്കെ അതിപ്പോൾ ഗ്രോ ബാഗ് ആയാലും ഇത്തരത്തിലുള്ള പാത്രങ്ങളായാലും ഞാൻ പോട്ടിംഗ് മിക്സ് നിറച്ച് വയ്ക്കാറുണ്ട്. അപ്പം നമ്മുടെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് നമ്മൾ പാത്രത്തിനകത്ത് നിറയ്ക്കുന്നതെന്നും നമ്മൾ പലതവണ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പം ഇത്രയും അളവിൽ മണ്ണ് വേണ്ട നമ്മൾ ചെടി നടുമ്പോൾ. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയോ, ഇതിനകത്തുനിന്ന് കുറച്ച് മണ്ണിനെ ഈ പാത്രത്തിലോട്ട് കോരിയെടുക്കുവാണേ. നമ്മൾ ഇത് ആഴം ഇതിൻ്റെ ഈ ലെവല് മണ്ണിൻ്റെ ലെവല് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. കുറച്ച് മണ്ണ് ഇതിനകത്തുനിന്ന് എടുത്തിട്ട് കാണിക്കാം. ഇതേ കുമ്മായമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മണ്ണാണേ. അതിപ്പോൾ ഞാൻ കുത്തി ഇളക്കിയത് കൊണ്ടാണ് കാണാൻ മേലാത്തത്. ഈ മഴ വരുന്ന സമയത്ത് കാലിപ്പാത്രങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാനുള്ളത്ര കുമ്മായം, ഇപ്പം ഇതുപോലൊരു പാത്രമാണ്, ഒരു കൈപ്പിടി കുമ്മായം നമുക്ക് ഇട്ട് വയ്ക്കാം. മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങളും അതുപോലെ പല കാര്യങ്ങൾക്കും അസിഡിറ്റി നിയന്ത്രിക്കാനും ഒക്കെ നമുക്കതുപോലെ കുമ്മായം ഇട്ട് വയ്ക്കുന്നത് ഉപകരിക്കും. അപ്പം ഞാൻ ഇതുപോലെ ഇതിനകത്ത് മണ്ണെടുത്ത് മാറ്റിയിട്ട് കാണിക്കാവേ. എൻ്റെ ഇതിനകത്തുനിന്ന് കുറച്ച് മണ്ണെടുത്ത് മാറ്റി അപ്പം ഞാനൊരു കുഴി പോലെ ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം അതിപ്പം ഞാൻ ബാക്കി ചെയ്തു വരുമ്പോൾ മനസ്സിലാവുമേ. ഇനി ഈ കുരുമുളകിൻ്റെ തൈയാണല്ലോ നമ്മൾ നടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് കവർ കീറി നമ്മൾ ചെടിയെ എടുക്കണം. ഞാൻ ഇത് കീറി എടുത്തിട്ട് കാണിക്കാവേ. അപ്പം നമ്മൾ ഈ കീറി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ വേരൊന്നും പൊട്ടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഇതുപോലെ തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മളെ കുറ്റിക്കുരുമുളകിൻ്റെ തൈകൾ നേഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ നല്ല മണ്ണിനകത്ത് തന്നെയായിരിക്കും അവർ തൈ നട്ടുപിടിപ്പിക്കുന്നത്. ഇപ്പം നേഴ്സറികളിലൊക്കെ പുതിയതായിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇപ്പം ഇതിനകത്ത് പശിമയുള്ള മണ്ണുണ്ട്. അപ്പം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ കട്ടി പിടിച്ച മണ്ണുണ്ടെങ്കിൽ നമുക്ക് കുറച്ചങ്ങ് അടത്തി മാറ്റാവേ. പക്ഷെ അങ്ങനെ മാറ്റുമ്പോഴും നമ്മളുടെ ഈ കുരുമുളക് തൈക്ക് വേരുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് കൊള്ളുകയില്ലാത്ത മണ്ണാണ്, വളക്കൂറൊന്നും ഇല്ലാത്ത മണ്ണാണ്, നല്ല കട്ടിക്കിരിക്കുവാണ്. അപ്പം ഞാനത് കുറച്ചങ്ങോട്ട് അടത്തി കളയുക. അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തിരിക്കുന്ന മണ്ണും നമുക്ക് കുറച്ചൊക്കെ ഞെക്കിക്കളയാം. കാരണം അതിൻ്റെ വേരുകൾ വന്ന് വ്യാപിക്കേണ്ട നല്ല കട്ടിയുണ്ട്. അപ്പോൾ അത്ര നല്ല മണ്ണല്ല ഇതിൻ്റേതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ നിന്നും കുറച്ച് മണ്ണ് നമ്മൾ ഇതുപോലെ പൊട്ടിച്ച് കളയുവാണ്. കണ്ടോ. അപ്പോൾ ഇത്രയും മതി, തീരെ വേരുകൾ അങ്ങോട്ട് പൊട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുത്. ഇനി ഞാൻ ഇതിനെ ഈ മണ്ണിലേക്ക് കുഴിയിലേക്ക് വയ്ക്കുവാണേ. കണ്ടോ, ഇങ്ങനെ നമ്മൾ കുറച്ച് വയ്ക്കും. അപ്പോൾ അത് സെൻറ്ററിലൊക്കെ ആക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കി തന്നെ വെച്ചോണം. ഇനി ഞാൻ ഈ തിട്ടയിലിരിക്കുന്ന മണ്ണില്ലേ, ഇതിനെ ഈ ചെടിയുടെ ചുവട്ടിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് കുടഞ്ഞിടും. കണ്ടോ. അപ്പോൾ നമ്മുടെ ലെവൽ താന്നില്ലേ. അപ്പം മണ്ണിൻ്റെ ലെവൽ ഇങ്ങനെ നമുക്ക് താന്ന് കിട്ടി. ഇപ്പോൾ ഒരു 3/4 ഭാഗം മണ്ണേ വന്നിട്ടുള്ളൂ, അതിന് കുഴപ്പമില്ല. അപ്പോൾ ഈ ലെവലിൽ മണ്ണാക്കിയതിന് ശേഷം നമ്മൾ കുരുമുളകിന് ചെയ്യേണ്ടത് എന്നാണെന്നറിയോ, ഇത് സാഫാണേ. സാഫിൻ്റെ 1 ടീസ്പൂൺ സാഫ് എടുത്ത് കണ്ടോ, ഇതേപോലെ കുറച്ച് സാഫ് എടുത്ത് വെള്ളത്തിനകത്ത് കലക്കണം. അപ്പം ഞാൻ ഈ വെള്ളത്തിലോട്ട് ഇടുവാണ്. നമ്മുടെ സ്യൂഡോമോണാസ് ഒന്നും കലക്കുന്നത്ര ബുദ്ധിമുട്ടില്ല വെള്ളത്തിനകത്ത്, ഇത് നേരെ ഇട്ടാലും. അപ്പോൾ ഇങ്ങനെ കലക്കി എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ചെടിയുടെ ചുവട്ടിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കണ്ടോ. അപ്പം നമ്മൾ വെച്ച ചെടിക്കും അതുപോലെ ഇതിനകത്തിരിക്കുന്ന ബാക്കി മണ്ണും ഒക്കെ ഈ സാഫിൻ്റെ വെള്ളം കൊണ്ട് നനഞ്ഞു കിട്ടും. ഈ സാഫ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്നറിയോ, കുരുമുളക് പോലെയുള്ള ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നൊരു രോഗമാണ് ദ്രുതവാട്ടം. അതുപോലെ മണ്ണിൽ നിന്നുള്ള മറ്റ് ഫംഗസുകളുടെയും ഒക്കെ രോഗങ്ങൾ ചെടിയിലേക്ക് പടരാതിരിക്കും. പിന്നെ ചെറിയൊരു മുറിവൊക്കെ ചെടിയുടെ തണ്ടിലൊക്കെ ഉണ്ടാകുവാണെങ്കിലും നമ്മൾ ഈ സാഫ് ഒഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വലിയ പ്രശ്നം വരത്തില്ല. അതിനാണ് നമ്മൾ സാഫ് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക്
നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ച് മൾച്ചിങ് ചെയ്ത് കൊടുക്കണേ. ഞാൻ ഈ ഉണങ്ങിയ ഇലകളാണ് മൾച്ചിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ചെടിയുടെ ചുവട്ടിലേക്ക് ചുറ്റിനും വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ മൾച്ചിങ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ മൾച്ചിങ് ചെയ്ത് കൊടുത്തു, അത് ഉണങ്ങിയ ഇലയോ ശീമക്കൊന്നയുടെ ഇലയോ, ഈ പട്ടണത്തിലൊക്കെ താമസിക്കുന്നവരോട് നമ്മൾ ശീമക്കൊന്നയുടെ ഇലയിട്ട് മാത്രമേ മൾച്ചിങ് ചെയ്യാവുള്ളൂ, അതിനൊത്തിരി ഗുണങ്ങളുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കിട്ടാനില്ല. അപ്പം നമുക്ക് എന്താണോ നമുക്ക് ഇനി പേപ്പർ ഇട്ട് കൊടുത്താലും മതി, അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് മൾച്ചിങ് ചെയ്ത് കൊടുക്കണം. മഴയില്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ നല്ലതുപോലെ ഒന്നും കൂടെ നനയ്ക്കണം. എന്നിട്ട് തണലുള്ള സ്ഥലത്തേക്ക് ഇതൊരു മാറ്റി വയ്ക്കണേ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത് ചുവട് പിടിച്ച് കിട്ടും. അങ്ങനെ ചുവട് പിടിച്ച് കിട്ടിക്കഴിയുമ്പം നമ്മൾ എവിടെ വെച്ചാണോ ഈ ചെടിയെ വളർത്താൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ കുറ്റിക്കുരുമുളക് പോലെയുള്ള ചെടികൾക്ക് നല്ല സൂര്യപ്രകാശം നല്ലതാണെങ്കിലും ഭാഗികമായ തണലുള്ള സ്ഥലത്തും കുറ്റിക്കുരുമുളക് നന്നായിട്ട് വളർന്നു കിട്ടും. അപ്പം നമുക്ക് സൗകര്യം ഉള്ള, നമുക്ക് അനുയോജ്യമായ സ്ഥലത്തേക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് വളർത്തിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ടെറസിൽ നിൽക്കുന്ന ഒരു കുറ്റിക്കുരുമുളകിൻ്റെ ചെടിക്ക് ഇച്ചിരി വളം കൂടി ഇടാവേ. നമുക്ക് ഈ ചെടിക്കാണ് വളമിടേണ്ടത്. അപ്പം ഞാൻ കുറ്റിക്കുരുമുളകിന് വളം ഇടുന്നതെന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു പ്രാവശ്യം, ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും കുറ്റിക്കുരുമുളകിന് വളം ഇട്ട് കൊടുക്കണം. അതിനിപ്പം നമുക്ക് ഏതെങ്കിലും ജൈവവളം ഉപയോഗിക്കാം. കോഴിവളവോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ജൈവവളം. ഞാൻ രാസവളം അങ്ങനെ ഉപയോഗിക്കാറില്ല, ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയാണ്. ഇതുപോലെ ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയാണ്. അപ്പം ഞാൻ ഒരിക്കലും തന്നെ എൻ്റെ കുറ്റിക്കുരുമുളകിൻ്റെ ചെടിക്ക് വളം ഇടുമ്പോൾ അതിൻ്റെ ചുവടിളക്കാറില്ലേ. കാരണം നമ്മൾ ഇതിൻ്റെ ചുവടിളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ നാര് വേരുകളൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടിപ്പോകുമ്പം അതിലേക്കൂടെ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകും. അങ്ങനെ എനിക്ക് പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാത്തത്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചാണകപ്പൊടി എടുത്ത് വെറുതെ ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. നമ്മുടെ കൈ വെച്ചിട്ട് നമുക്കൊന്ന് ചാണകപ്പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിരത്തി കൊടുക്കാം. അല്ലാതെ ചെടിക്ക് ക്ഷതവേൽക്കുന്ന ഒരു പരിപാടിയും ഞാൻ ചെയ്യാറില്ല. ഇങ്ങനെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കത്ത് മാത്രമേ ഉള്ളൂ. ചാണകപ്പൊടി ഇട്ടാൽ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ട്രൈക്കോഡെർമ കുറച്ചിട്ട് കൊടുക്കാറുണ്ട്. മണ്ണിൽ നിന്ന് പകരാവുന്ന മറ്റു പല രോഗങ്ങളെയും ഇതിന് നിയന്ത്രിക്കാനാകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ട്രൈക്കോഡെർമ കൊടുക്കുന്നത്. എല്ലാ മാസവും വളമിടുന്ന കൂട്ടത്തിൽ ഇതുപോലെ ട്രൈക്കോഡെർമ ചുറ്റിലും വരത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതുപോലെ വളമിട്ടതിൻ്റെ മുകളിലോട്ട് നേരിയ തോതിൽ മൂടത്തക്ക രീതിയിൽ കുറച്ച് പോട്ടിംഗ് മിക്സ് അതും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. ഈ വളത്തിൻ്റെ മുകളിലോട്ട് വളം ഒന്ന് പതുക്കെ മൂടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ചെറിയ അളവിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുക്കും. കണ്ടോ, കുറ്റിക്കുരുമുളക് ഇങ്ങനെ കുറ്റിച്ച് തന്നെ നിൽക്കണമെങ്കിൽ ഇതൊക്കെ കണ്ടോ, ഇടയ്ക്ക് ഇങ്ങനെ വള്ളികൾ നീണ്ടു വരുവേ. ഇങ്ങനെ നീണ്ടു വരുന്ന വള്ളികളെ മുറിച്ചു കൊടുത്ത് ഇടയ്ക്ക് വെട്ടിക്കൊടുത്താൽ മാത്രമേ കുറ്റിക്കുരുമുളക് ഇങ്ങനെ കുറ്റിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിറയെ കായ്കളുമായിട്ട് നിൽക്കുകയുള്ളൂ. ഇപ്പം തിരി വീഴുന്ന സമയമായതുകൊണ്ടാണ് ഇങ്ങനെ തിരിയായിട്ട് നിൽക്കുന്നത്. ഇതുപോലെ ഉണ്ട്. ഈ നീണ്ടു നിൽക്കുന്ന കമ്പും നമുക്ക് വെട്ടി വേറെ ഒരു പുതിയ തൈയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതുവരെയും കുറ്റിക്കുരുമുളക് നട്ടുപിടിപ്പിക്കാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ കുറ്റിക്കുരുമുളകിൻ്റെ തൈകളുടെ എണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയം പ്രയോജനപ്പെടുത്താം. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.